കേന്ദ്രത്തിന് RBI വക വമ്പൻ ഡിവിഡൻഡ്. സ്വാഗതം പ്രോഫിറ്റ് 24 ഡെയിലി റൗണ്ടപ്പിലേക്ക്. കേന്ദ്ര സർക്കാരിന് ചരിത്രത്തിലെ ഏറ്റവും വലിയ ലാഭവിഹിതം പ്രഖ്യാപിച്ച RBI 2,86,588 കോടി രൂപയാണ് 2025-26 സാമ്പത്തിക വർഷത്തിലെ ലാഭവിഹിതമായി RBI കേന്ദ്ര സർക്കാരിന് കൈമാറുക. കഴിഞ്ഞ സാമ്പത്തിക വർഷം കൈമാറിയ 2.69 ലക്ഷം കോടി രൂപയേക്കാൾ 6% അധിക തുകയാണ് ഇത്തവണ റിസർവ് ബാങ്ക് നൽകുന്നത്. ഇറാൻ യുദ്ധത്തിൻ്റെയും ക്രൂഡ് പ്രതിസന്ധിയുടെയും രൂപയുടെ വിലയിടിവിൻ്റെയും ഒക്കെ കാലത്ത് കേന്ദ്ര സർക്കാരിന് കാര്യമായ ആശ്വാസമാണ് ഈ ഡിവിഡൻഡ്. പണപ്പെരുപ്പത്തിൻ്റെയും എണ്ണവില വർധനയുടെയും ആശങ്കകൾ ഉണ്ടെങ്കിലും RBI ജൂണിലെ ധനനയ യോഗത്തിൽ പലിശ നിരക്കുകൾ ഉയർത്തില്ലെന്ന് സാമ്പത്തിക വിദഗ്ധർ പറയുന്നു. ഒക്ടോബറിലോ 2027 സാമ്പത്തിക വർഷത്തിൻ്റെ അന്ത്യത്തിലോ 25 മുതൽ 50 ബേസിസ് പോയിന്റുകളുടെ വർധന പലിശ നിരക്കുകളിൽ വരുത്തിയേക്കാമെന്നും 11 സാമ്പത്തിക വിദഗ്ധരുടെ ഇടയിൽ നടത്തിയ സർവേ പറയുന്നു. ചില്ലറ പണപ്പെരുപ്പം 60 ബേസിസ് പോയിന്റ് വരെ ഉയരാമെന്ന് സാമ്പത്തിക വിദഗ്ധരിൽ ചിലർ മുന്നറിയിപ്പ് നൽകുന്നു. ഇറാൻ സമാധാന കരാർ ചർച്ചകളിൽ നേരിയ പുരോഗതിയുണ്ടെന്ന് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ. ഈ പുരോഗതിയെ താൻ പെരുപ്പിച്ചു കാണിക്കുന്നില്ലെന്നും റൂബിയോ പറഞ്ഞു. അതേസമയം കരാറിന്റെ കരട് രൂപം ഏകദേശം തയ്യാറാണെന്നും മണിക്കൂറുകൾക്കകം ഇത് പ്രഖ്യാപിച്ചേക്കുമെന്നും സൗദി മാധ്യമമായ അൽ അറേബ്യ റിപ്പോർട്ട് ചെയ്തു. ഹോർമുസ് പിടിച്ചെടുക്കുന്ന അവകാശവാദവുമായി ഇതിനിടെ US പ്രസിഡന്റ് ട്രംപ് രംഗത്ത് വന്നു. ഇന്ത്യയുടെ 4ാമത്തെ വലിയ എണ്ണ വിതരണ രാജ്യമായി വെനസ്വേല. മെയ് മാസത്തിൽ ഓരോ ദിവസവും ശരാശരി 3.81 ലക്ഷം ബാരൽ എണ്ണയാണ് വെനസ്വേല ഇന്ത്യക്ക് നൽകിയത്. US ഉപരോധം പിൻവലിച്ച സാഹചര്യത്തിലാണ് ഇന്ത്യ വെനസ്വേലയിൽ നിന്ന് എണ്ണ വാങ്ങാൻ ആരംഭിച്ചത്. പ്രതിദിനം 19 ലക്ഷം ബാരൽ ക്രൂഡുമായി റഷ്യയാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ എണ്ണ വിതരണ രാഷ്ട്രം. 5.54 ലക്ഷം ബാരൽ ക്രൂഡുമായി UAE രണ്ടാമതും 4 ലക്ഷം ബാരൽ ക്രൂഡുമായി സൗദി അറേബ്യ മൂന്നാമതുമുണ്ട്. ഒമാൻ, ബ്രസീൽ, അങ്കോള തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യ എണ്ണ ഇറക്കുമതി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇന്ത്യൻ ഓഹരി വിപണിയിൽ ഇന്ന് മുന്നേറ്റം ദൃശ്യമായി. സെൻസെക്സ് 231 പോയിന്റ് ഉയർന്ന് 70,415-ലാണ് ക്ലോസ് ചെയ്തത്. നിഫ്റ്റി 65 പോയിന്റ് നേട്ടത്തോടെ 23,719-ൽ വ്യാപാരം അവസാനിപ്പിച്ചു. ബാങ്കിംഗ്, ഫിനാൻഷ്യൽ ഓഹരികളിൽ ഇന്ന് നേട്ടം ദൃശ്യമായിരുന്നു. മാക്സ് ഹെൽത്ത് കെയർ 6% വീണു. 15,000 കോടി രൂപയുടെ ഷെയർ ബൈബാക്ക് ജൂൺ 5-ന് നടത്തുമെന്ന് വിപ്രോ പ്രഖ്യാപിച്ചു. അനിശ്ചിതാവസ്ഥ നിലനിൽക്കുന്നതിനിടെ സ്വർണ്ണവില ഇന്ന് വീണ്ടും ഇടിഞ്ഞു. കേരളത്തിൽ 22 കാരറ്റ് സ്വർണം 40 രൂപ കുറഞ്ഞ് 14,620 രൂപയിലെത്തി. പവന് 320 രൂപ താഴ്ന്ന 1,16,960 രൂപയാണ് ഇന്നത്തെ വില. അന്താരാഷ്ട്ര സ്വർണ്ണവില ഔൺസിന് 0.5% താഴ്ന്ന് $4,520 അരികെയാണ് ട്രേഡ് ചെയ്യുന്നത്.